ഹേ ഗുഡ് പീപ്പിൾ. അപ്പോൾ കുറേ ആയില്ല ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ വന്നിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അധികം സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതാണ് കുറേ വീഡിയോസൊക്കെ അധികം മിസ്സായി പോയത്. അപ്പം ഞാൻ ഇന്ന് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്കാം വീഡിയോ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഓൺലൈൻ സൈറ്റിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പറ്റിപ്പ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു നിങ്ങളോട് എൻ്റെ റിയാലിറ്റി നിങ്ങളോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കുറേ പേര് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു പേജ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനും അങ്ങനെ കണ്ട് എനിക്ക് എന്താ പറയുന്ന ഒരു ട്രസ്റ്റ് വന്നിട്ടാണ് ആക്ച്വലി ഞാൻ മേടിച്ചത്. പക്ഷേ മേടിച്ചത് ശരിക്കും ആക്ച്വലി ഐ ഗോട്ട് സ്കാംഡ്. സോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യാൻ. കാരണം ഇനി ഒരിക്കലും ആരും പറ്റിക്കപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തട്ടോ. അപ്പം ആ അക്കൗണ്ടിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഞാനത് നോക്കി കഴിഞ്ഞപ്പം അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. ഞാൻ ശരിക്കും ഓർഡറും ചെയ്തു, ഞാൻ പ്രീപെയ്ഡ് ആയിരുന്നു ചെയ്തത്. അപ്പം ഓർഡറും ചെയ്തും പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പം നിങ്ങളിനി ഒരിക്കലും ഈ ഒരു സ്കാമിൽ പെട്ട് പോകരുത്. അക്കൗണ്ടിന്റെ പേര് കുന്തി ഫാഷൻസ് എന്നാണേ, kundiFashions.com. ആക്ച്വലി ഇത് കണ്ടോ, ഇവർക്ക് 19.3K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് ഞാനത് ഓർഡർ ചെയ്തത്. എനിക്കൊരു ട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം വന്നു കഴിഞ്ഞപ്പം അട്ടർ ഫ്ലോപ്പായി പോയി കേട്ടോ. ആക്ച്വലി ഞാനത് ഓർഡർ ചെയ്തതിന് തൊട്ട് പിറ്റേ ദിവസം ഉടുപ്പ് ബൈ ദേവിക രാജു. ആക്ച്വലി ഈ പുള്ളിക്കാരി ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. കണ്ടോ, ഈ പുള്ളിക്കാരി അവരുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ളത് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്, ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത് കണ്ടത്. ഇപ്പം എനിക്കൊന്ന് ഒത്തിരി ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത് കണക്ക് ഇപ്പം പുള്ളിക്കാരി വേറൊരു അക്കൗണ്ടിൻ്റെ ഇട്ടിട്ടുണ്ട്, ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിത് അറിയാണ്ട് പോരുത്, ആരും അറിയാണ്ട് പോരുത്. ഇപ്പം കുന്തി ഫാഷൻസ് ഇവരുടെ അക്കൗണ്ടിന്റെ നേരത്തെ പേര് ഇങ്ങനെ അല്ലായിരുന്നു, വേറെ ഒരു പേരായിരുന്നു. അവരത് പേര് മാറ്റി കുന്തി ഫാഷൻസ് ഇപ്പം ആക്കിയതാ. ഇപ്പം അക്കൗണ്ട് ഇൻസ്റ്റയിൽ ഇല്ല. സോ ആരും ഇൻ കേസ് ഇത് ഓൺലൈൻ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഓൺലൈനിൽ www.kundiFashions.com എന്നുള്ള സൈറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. സോ ആരും ഈ ഒരു സ്കാമിൽ പെട്ടു പോകരുത്. അപ്പം ഞാൻ സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്നാ ഓർഡർ ചെയ്തത്, എനിക്ക് എന്നാ കിട്ടിയതെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടുപ്പ് ബൈ ദേവിക രാജു എന്ന് പറഞ്ഞ അക്കൗണ്ട് ഞാൻ പക്ഷെ ഇപ്പോഴത് കാണുന്നത് കേട്ടോ. അവരുടെ അക്കൗണ്ടിൽ കുറേ ഇങ്ങനത്തെ നല്ല നല്ല എന്താ പറയുക നല്ല പാറ്റേൺസും നല്ല ഡ്രസ്സും ഉണ്ട് കേട്ടോ. അപ്പം ആക്ച്വലി ഇത് അവരുടേതിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ പക്ഷെ അവരുടെ കണ്ടിട്ടില്ല. കുന്തി ഫാഷൻസിനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ അവരുടേതിനകത്തുനിന്ന് ഇവർ എടുത്തിട്ടിട്ട് ആയിരിക്കാം മേ ബി. അവർക്ക് എനിക്കൊന്ന് 3 point something അത്രയും എന്തോ റേറ്റ് വന്നിരുന്നത്. പക്ഷേ ഈ കുന്തി ഫാഷൻസിൽ 1150 ആയിരുന്നു ഇവർ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല 1299. എന്നിട്ട് ഓഫർ കഴിഞ്ഞ് വരുമ്പോൾ 1150. അപ്പം ഞാൻ എൻ്റെ ഓഫറും കൂടി അവൈൽ ചെയ്തിട്ടാണ് എനിക്ക് 1150 ഞാൻ പ്രീപെയ്ഡ് ചെയ്ത് ഇത് ഓർഡർ ചെയ്യുകയും ചെയ്തു. ഓർഡർ ചെയ്ത് എനിക്കൊരു 6 days കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുകയും ചെയ്തു. ബാംഗ്ലൂരിൽ ഓർഡർ ചെയ്തതുകൊണ്ട് 6 daysനുള്ളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ആക്ച്വലി ഒരു മലയാളി രീതിയിലാണ്, വെച്ചാൽ മലയാളം സോങ്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇവരിത് പ്രൊമോഷൻ ചെയ്തതൊക്കെ. അപ്പം ഞാൻ വെച്ച് മലയാളികളാണ് ഇത് സെയിൽ ചെയ്തത്, അങ്ങനെയൊക്കെ എനിക്ക് ട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് മേടിച്ചത്. പക്ഷേ ഞാൻ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഡ്രസ്സ് വന്നത് സൂററ്റിൽ നിന്നാണ്. അപ്പോഴേ എനിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ ഈ ഉടുപ്പ് ബൈ ദേവിക രാജു പുള്ളിക്കാരുടെ വീഡിയോയുടെ ഇൻസ്റ്റയുടെ അതിനകത്ത് ഫേക്ക് എന്ന് പറഞ്ഞ അവർ പിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി പൈസ പോയി എന്നുള്ളത്. പിന്നെ മൈൻഡ് ഞാൻ പ്രിപ്പയർഡ് ആയി. ആ 1150 പോയത് തന്നെയാണ്. പിന്നെ എങ്കിലും ഞാൻ ഹോപ്പ് ഉണ്ടായിരുന്നു മേ ബി. അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ പേർക്ക് നല്ല റിവ്യൂസ് ഉണ്ട്, കുറേ പേര് നല്ലതാണെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ട്, കുറേ നല്ല എന്താ പറയുക കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, കുറേ പേര് സ്കാംഡ് ആയി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ കുറേ നല്ല റിവ്യൂസ് ഇട്ടവരുടെ കൂട്ടത്തിൽ ഞാനും ആകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എന്താ പറയുന്നത്, ബാഡ് ലക്ക്, സംഭവം പാളിപ്പോയി. എന്നാലും എനിക്ക് വന്ന സംഭവം എന്നാന്ന് കാണിച്ചു തരാമേ. അപ്പം ഓർഡർ ചെയ്തത് വേഴ്സ് എനിക്ക് കിട്ടിയ സംഭവം, എനിക്ക് കിട്ടിയത് നല്ല പാക്കിംഗ് ഒക്കെ ആണ് കേട്ടോ. നല്ലൊരു പാക്കിങ്ങിൽ ഇങ്ങനെ നല്ല സെറ്റായിട്ടാണ് പാക്കിംഗ് ഒക്കെ സംഭവമാണ്. 1250 രൂപയ്ക്ക് നല്ല പാക്കിംഗ് ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ വന്നത് ഇതാണ് വന്നത്. ഇത് എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല ഇത് എന്താ സംഭവം എന്ന്. നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സിനും ഇതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടോ?
ഇത് എന്നാ ഓർഡർ ചെയ്തത്, ഇതിന്റെ സൈസ് കൊടുക്കണം 3XL. ഞാൻ ഓർഡർ ചെയ്ത സൈസ് M. ആക്ച്വലി എല്ലാം ഡിഫറെന്റ് ആണ്, പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഇതൊന്നും ഇല്ല, ഇത് ജസ്റ്റ് ഒരു ലൈൻ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. വെറും കൊള്ളാത്തൊരു മെറ്റീരിയൽ, ജസ്റ്റ് ഒരു ലൈൻ. ഇതൊന്നിനും കൊള്ളത്തില്ല. ഞാനത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും എടുക്കാനേ തോന്നിയ. പിന്നെ ഇപ്പോഴത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കയ്യിലെടുക്കുന്നത്. ഇത് ഒന്നിനും കൊള്ളാത്തൊരു മെറ്റീരിയൽ, എനിക്കറിയത്തില്ല. പിന്നെ അതിൻ്റെ കൂടുതലൊരു പാൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പറ്റിക്കൽ സംഭവത്തിൽ ഞാൻ പെട്ടു വന്നത്. കാരണം എപ്പോഴും ഞാൻ ഓർഡർ ചെയ്യുമ്പം ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതെന്തോ എനിക്ക് ട്രസ്റ്റ് വന്നു. കാരണം 19.3K ഫോളോവേഴ്സ് ഒക്കെ കണ്ടപ്പം ഞാൻ കരുതി കറക്റ്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എന്താ പറയുന്നത്, പറ്റാനുള്ളത് പറ്റി. സോ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവർ ഇൻസ്റ്റയിൽ ഈ അക്കൗണ്ട് ഇല്ല. ഓൺലൈൻ വെബ്സൈറ്റിൽ ഇപ്പോഴും അക്കൗണ്ട് ഉണ്ട്, കുന്തി ഫാഷൻ, www.kunti-fashions. ആരും ഈ ഒരു ഫേക്ക് അക്കൗണ്ട് പോയി പെട്ടുപോകരുത്. ഇതൊരു സ്കാം, ഭയങ്കര ഇതായിപ്പോയി. എന്താ പറയുന്നത്, ഭയങ്കര ഒരു പറ്റിയിലായിപ്പോയി. അത്രയും പൈസ പോയി. അപ്പം ഇപ്പൊ ഞാനിത് എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. ഇങ്ങനത്തെ അക്കൗണ്ട്, നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ഇല്ലാത്ത ഒരു അക്കൗണ്ടിലും പോയി സംഭവങ്ങളൊന്നും വാങ്ങിക്കരുത്. അത് മാത്രമല്ല, കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും ക്വാളിറ്റി ഡ്രസ്സസ് അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഞാൻ ഈ ഉടുപ്പ് ബൈ ദേവിക രാജ്, പുള്ളിക്കാരിയുടേത് മേ ബി പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരിക്കും ഞാനിത് പറയുന്നത്. പക്ഷെ എനിക്കതൊരു ആ അക്കൗണ്ടിനോട് എന്തോ ഒരു ഇത് തോന്നി. കാരണം പുള്ളിക്കാരി ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ്, പുള്ളിക്കാരി അങ്ങനെ ഒരു ഈ ഫേക്ക് അക്കൗണ്ടിനെ പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പം ഒത്തിരി ആൾക്കാർക്ക് അത് നല്ലതാണ്. ആരും ആ ഒരു സ്കാമിൽ പെട്ടു പോകത്തില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് പുള്ളിക്കാരിയോട് പേഴ്സണലി എന്തോ ഒരു ഇത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. മേ ബി പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തുകൂടിയില്ലായിരിക്കും ഒക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രസ്സ്, അത് കണക്ക് ഇതുപോലത്തെ കുറേ ഡ്രസ്സസ് ഈ കുന്തി ഫാഷൻസിൽ ഇട്ടിരിക്കുന്ന മെജോറിറ്റി ഡ്രസ്സസ് അവരുടെ അക്കൗണ്ടിൽ തന്നെ ഞാൻ കണ്ടതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മേ ബി അവരായിരിക്കും അത് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലത്തെ നല്ല ഏതെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കാം മേ ബി നല്ലത്, ഇങ്ങനത്തെ ഒരു പറ്റിക്കൽ കാര്യത്തിലോട്ട് എത്തിപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ബാഡ് റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വീഡിയോസ് കാണുന്നവരോടുള്ളൊരു ഇതാണ്, നിങ്ങൾ എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കുക. അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ നോക്കി വെറുതെ പൈസ കളഞ്ഞാത്ത കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി പൈസ ഇട്ടാലും നല്ല സംഭവങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഭയങ്കര ബാഡ് റിവ്യൂ ആണിത്. എനിക്ക് ശരിക്കും നെഗറ്റീവ് അടിച്ചൊരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ആർക്കും ഇങ്ങനൊരു നെഗറ്റീവ് ഇത് വരാതിരിക്കട്ടെ. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്തു, ഓൺലൈൻ സൈറ്റിൽ കൂടെ ഫേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ ഒന്ന് ഇട്ടേക്കാം. അപ്പം നമുക്കറിയാലോ, ഇതുപോലെ നമ്മളെപ്പോലെ തുല്യ ദുഃഖിതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അപ്പം അതാണ് സംഭവം. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക, നല്ല സൈറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഭയങ്കര സ്നേഹം. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം ബൈ.